കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാം ഒരു കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു പേജിലൂടെ ഒരു പയ്യൻ കുറേയേറെ ട്രക്ക് കേസുകളുമായിട്ട് ബാംഗ്ലൂരിൽ നടന്ന കുറേ കേസുകളുമായിട്ട് വരുന്നു. അതിനുശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വിചാരണ കുറേ ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ റിയാക്ട് ചെയ്ത് കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നു. ഇതൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്, ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഈ പയ്യൻ എന്തുകൊണ്ട് ഇതിന് ലീഗലി മൂവ് ചെയ്തില്ല? ഈ വീഡിയോസ് ഇതിലധികം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഈ ആൾക്കാർക്കെതിരെ ഒരു സൂചിമന പോലും നീക്കാനായിട്ട് ഒരുത്തനെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അതിന് സാധിക്കാത്തത്? ഇത്രയും തെളിവുകൾ കയ്യിലുള്ള ഈ പയ്യൻ എന്തുകൊണ്ട് ഇതിനെതിരെ മൂവ് ചെയ്യുന്നില്ല? അങ്ങനെ കുറേ വീഡിയോസ് കൊണ്ടുവന്ന ശേഷം അതിൻ്റെ ഒന്നും യാതൊരു അപ്ഡേറ്റ്സും ഈ പയ്യൻ തരുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഈ പയ്യൻ ഒരു സെലിബ്രിറ്റിയുടെ, അതായത് അജ്മൽ അമീറിൻ്റെ കുറേ വീഡിയോസും അതേപോലെ തന്നെ ചാറ്റ്സും എല്ലാം ലീക്ക് ചെയ്യുകയുണ്ടായി. പക്ഷേ അത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അദ്ദേഹത്തിനോട് സംസാരിച്ച ആ ഒരു യുവതിയും ആ സെയിം ഇൻറ്റൻഷനോട് കൂടിയാണ് സംസാരിച്ചതെന്നുള്ള കാര്യം. പക്ഷേ എന്നിട്ടും എന്തിന് അദ്ദേഹത്തെ മാത്രം ഇവിടെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നു, ആൾക്കാർ കുറ്റം പറയുന്നു? ഇവിടെ ഒരാളുടെ സൈഡ് മാത്രമാണ് ആ ഒരു വ്യക്തി കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വെറുതെ പൊതുസമൂഹത്തിന് വലിച്ചു കീറാനായിട്ട് ആ ആളെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇവൻ ഈ ആൾക്കാരുടെ ഫേസ് എക്സ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ചുറ്റുപാടുള്ള മനുഷ്യരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇവരുടെ ബന്ധുക്കൾ കാണും, യാതൊരു തെറ്റും ചെയ്യാത്ത ഇവരുടെ കുടുംബങ്ങൾ കാണും. ഇവരെയൊക്കെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇത് അഫക്റ്റ് ചെയ്യും. നാളെ ഇവർക്ക് പൊതുസമൂഹത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഇവരെന്ത് പിഴച്ചു? ഇവർ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഒരാളുടെ ഭാഗത്തായിരിക്കും ശരി. അതിൻ്റെ ഒരു മറുവശം കാണാതെ ആരോ എന്തോ പറയുന്ന വാക്കുകളും കേട്ടിട്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു വീഡിയോ ആണ്. ഇത് പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കും. അതേപോലെ ഇതിൻ്റെ കുറേ ട്രോളുകൾ ഈയിടെയായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇതിൽ എത്ര എണ്ണം ജെനുവിൻ ആയിരിക്കും? ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ രണ്ട് പേരുടെ ഭാഗത്ത് ന്യായീകരണങ്ങൾ കാണും, രണ്ടു പേർക്കും പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ കാണും. ഇതാണ് നമ്മുടെ കോടതിയിൽ നടന്നു വരുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോടതിയും പോലീസും ഒക്കെ നോക്കൂത്തിലായിട്ട് നിൽക്കത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ അബ്ദുൾ ഹക്കീമിൻ്റെ കേസ് തന്നെ ആയിക്കോട്ടെ, ഇയാൾ പണ്ട് എന്തോ ചെയ്തൊരു കുറ്റം ആരൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ്? അതെനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയതാണെന്ന്. പക്ഷേ അജ്മൽ അമീറിൻ്റെ കേസ് വന്നപ്പോഴോ ഇതൊരു പക്ഷേ ഇയാൾ പണ്ട് ചെയ്തതായിരിക്കും, അതിനുശേഷമായിരിക്കും അയാൾക്ക് റിയലൈസേഷൻ ഉണ്ടായത് ഇതൊക്കെ തെറ്റാണെന്നുള്ളത്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിനടുത്ത് ചോദിക്കുന്നില്ല. ഇത് എന്ന് നടന്നയാണെന്നറിയില്ല. ഏതോ ഒരു ചാറ്റിൻ്റെയൊക്കെ പുറത്ത് പ്രോപ്പറായിട്ട് ഒരു എവിഡൻസും ഇല്ലാതെയാണ് ഇതെടുത്ത് പോസ്റ്റ് ചെയ്തത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ലീഗലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഇവരെയൊക്കെ സമൂഹത്തിന് പുറത്ത് കൊണ്ടുവരിക, അതിനുശേഷം ഇവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലൂടെ ശിക്ഷ വിധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവി അവസ്ഥ?